നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ചേലക്കര മുള്ളൂർക്കരയിൽ നിന്ന് സമാന സാഹചര്യ വാർത്ത. വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത മാസം വിരമിക്കാനിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ യോഗത്തിൽ വെച്ച് ശകാരിച്ചതായി ആരോപണം. പരസ്പര വാഗ്വാദത്തിനിടെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സെക്രട്ടറിക്ക് ശാരീരിക അസ്വസ്ഥ്യം. ശരീരം കുഴഞ്ഞ സെക്രട്ടറിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വീണ്ടെടുത്തതായി റിപ്പോർട്ട്. പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമം. ഇണമുറിയാത്ത സ്നേഹത്തിന്റെ മഹനീയ പ്രതീകമായി അമ്മപ്പൂച്ച. കുമ്പളങ്ങാട് സെന്ററിൽ വാഹനമിടിച്ച് ജീവൻ നഷ്ടപ്പെട്ട പൂച്ചയ്ക്ക് കാവലിരുന്നത് 1 മണിക്കൂർ. നൊമ്പര കാഴ്ചയായി കരുതലിന്റെ സ്നേഹവലയം. ഒരു വിഭാഗം മനുഷ്യർ പോലും പ്രകടിപ്പിക്കാത്ത സ്നേഹക്കരുത്ത്, നന്മയുടെ വലിയ സന്ദേശം. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ. നാടിനെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി വല തകർക്കാൻ മുണ്ടത്തിക്കോട് ജനത രംഗത്ത്. ലഹരി പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ചു. ആര്യമ്പാടത്ത് നിന്ന് മുണ്ടത്തിക്കോട്ടേക്ക് നടന്ന റാലിയിൽ വനിതകളടക്കം നിരവധി പേർ കണ്ണികളായി. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് അക്ഷരസ്നേഹികളും. മുണ്ടത്തിക്കോട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനിയിൽ ജനകീയ സദസ്സ്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കേരളമാകെ പ്രതിഷേധം. വടക്കാഞ്ചേരി മേഖലയിലും പ്രതിഷേധ ജ്വാല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് മാർച്ച്. ജനപ്രതിനിധികളടക്കം നിരവധി പേർ കണ്ണികളായി. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന്റെ ഐശ്വര്യദീപ്തി പരന്നൊഴുകാൻ ഇനി 10 ദിനം മാത്രം. 23ാമത് പരമതത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 വരെ. ധ്വജസ്തംഭ സ്ഥാപനം നടന്നു. ഹിന്ദ് നവോത്ഥാൻ പ്രതിഷ്ഠാൻ അഖിലേന്ത്യാ അധ്യക്ഷൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥ വൈശിഷ്ട്യം ചടങ്ങ് നിർവഹിച്ചു. നൈമിഷ്യാരണ്യത്തിലേക്കുള്ള ഭക്തി ഘോഷയാത്രകൾ 16 മുതൽ. അകമല മേഖലയിൽ നിരന്തരം ഭീതി വിതയ്ക്കുന്ന കൊമ്പന് ജനങ്ങൾ വാഴക്കൊമ്പനെന്ന് പേരിട്ടു. ആനയെ പ്രതിരോധിക്കാൻ അതീവ ജാഗ്രതയോടെ വനം വകുപ്പ്. റെയിൽ പാളത്തിൽ ആനകൾ ഇറങ്ങാതിരിക്കാൻ റെയിൽവേ ഗജരാജ് സുരക്ഷാ പദ്ധതി നടപ്പിലാക്കും. അകമല മേഖലയിൽ അതിവേഗം പ്രാവർത്തികമാക്കണമെന്ന് കോൺഗ്രസ്. ജനകീയ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യം. പുതുക്കാട് സെന്ററിൽ യുവതിയെ മുൻ ഭർത്താവ് നടുറോട്ടിൽ കുത്തിവീഴ്ത്തി. കൊട്ടേക്കാട് സ്വദേശിനി ബബിതയ്ക്കാണ് കുത്തേറ്റത്. മൃഗീയ ആക്രമണം നടത്തിയതിനു ശേഷം കേച്ചേരി സ്വദേശി ലെസ്റ്റിൻ പോലീസിൽ കീഴടങ്ങി. പുതിയതായി വാഹനം വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് മേൽവിലാസമുള്ള ഒരാൾക്ക് കേരളത്തിലെ ഏത് RT ഓഫീസിലും ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാം. വാഹന ഉടമയുടെ RT ഓഫീസിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയാണ് മാറുന്നത്. തൃശൂർക്കാർക്ക് ഇനി തിരുവനന്തപുരത്തും രജിസ്ട്രേഷൻ നടത്താം. വനം കാക്കാൻ വടക്കാഞ്ചേരിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ഇനി ആധുനിക വാഹനത്തിന്റെ മികവും. പുത്തൻ കാമ്പർ വാഹനം നിരത്തിലിറങ്ങി. വാഴാനി ഡാം പരിസരത്ത് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. MLAയുടെ SD ഫണ്ടിൽ നിന്നും പുത്തൻ വാഹനത്തിന് ചിലവഴിച്ചത് 11 ലക്ഷം രൂപ. നിലപാടുകളിലെ കാർക്കശ്യം, പാവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യം. ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ മുൻ വടക്കാഞ്ചേരി MLA CN ബാലകൃഷ്ണന് ചൊവ്വാഴ്ച നാട് പ്രണാമമർപ്പിക്കും. ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ. CN ബാലകൃഷ്ണൻ ഓർമ്മയായത് 2018 ഡിസംബർ 10.